ഓട്ടോ. We will walk by our leg. Once I manifested and ഇപ്പം റിയാലിറ്റി ആണ്. ഇന്നലത്തെ ഫ്രൈഡ് റൈസ് ചോദിച്ചു ഗൈസ്. പെണ്ണുങ്ങളാണ് സ്കിൻ കെയറിന് കുറച്ച് ഇമ്പോർട്ടൻസ് എടുക്കുക. നമുക്ക് വൈറ്റ് ഡ്രസ് ഹെൽപ്പ് മൈൻഡ് മെന്റാലിറ്റി കുളിക്കുന്നില്ല. Hi guys and welcome back to my YouTube channel Where is Nichopi. അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. എങ്ങോട്ടാണ് പറയുന്നത്? ഇന്നല്ല, നമ്മൾ 2 ദിവസമായി യാത്ര ചെയ്ത് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ ഉച്ചക്ക് ഡൽഹിയിലെത്തും ഗൈസ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് once I manifested and ഇപ്പം റിയാലിറ്റി ആണ്. ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ഇയർ എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ജൂലൈ എക്സാം ആയ കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പം ഒന്നും നോക്കിയില്ല, ചാടിപ്പറ്റി തൽക്കാലം കയറി പോന്നു. പരിപാടി എന്തെന്നുള്ളതും ബാക്കി ഡൽഹിയിലെ വിശേഷങ്ങളും നെക്സ്റ്റ് വ്ളോഗിലായിട്ട് ഡൽഹിയിലെ സ്ട്രീറ്റും പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഫുൾ എക്സൈറ്റഡ് ആണ്. പിന്നല്ല, ഞാൻ ഇന്ന് ഫുള്ള് സരോജിനി മാർക്കറ്റ് കവർ ചെയ്യുന്നതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. Come on guys. How's your life going? Trainൽ 2 days. 2 ദിവസമായിട്ട് കുളിക്കാത്തോണ്ട് ഞാൻ നല്ല വെളുത്തിക്കുന്നത്. അത് വരെ ആവശ്യമാണ്. നീ എന്താ ഇങ്ങനെ വെളുത്തിക്കുന്നത്? കാരണം ട്രെയിനിലല്ലേ, കുളിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വെളുത്തതാണ്. ഞാൻ എപ്പോഴും കുളിച്ചോണ്ടെന്ന് ഞാൻ കറക്കാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇന്നൊരാഴ്ച കുളിക്കുന്നില്ല. കുളി പോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ആ ഷൂസ് ഇടാ, ആ ഷോക്സ് ഗൈസ് 2 ദിവസമായിട്ട് അനക്കിയിട്ട് പോലും ഇല്ല. എനിക്ക് കംഫർട്ടബിൾ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ തണുപ്പ് കാലിനടിക്കുമല്ലോ. തണുപ്പ് കാലിനടിച്ചില്ലെങ്കിൽ വെരി കംഫർട്ടബിൾ. സരോജിനി മാർക്കറ്റ് പോയി എത്ര രൂപ പർച്ചേസ് ചെയ്യാനുള്ളതാണ്? ഞാൻ അടുത്തൊരു കോസ്റ്റ്യൂം സെറ്റ് ആക്കുന്നുണ്ട്, ഫുൾ ബ്ലാക്ക്. അതിപ്പോ കോസ്റ്റ്യൂം സെറ്റ് ആക്കാനൊന്നും എന്നും ബ്ലാക്കിൽ തന്നെയല്ലേ, വേറെ കളർ മാറ്റി പിടിക്കും. അതല്ലേ, ബ്ലാക്ക് വിട്ടിട്ട് നമുക്കൊരു കട ഫുൾ ബ്ലാക്ക്. എത്ര രൂപക്ക് പർച്ചേസ് ചെയ്യാനാ? I think 1 lakh or 2 lakh. Sarojini Market. Very rich. Abhichek is very rich. ഇത് പറഞ്ഞേ എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ, ഞാൻ പൈസ കൊടുക്കാനാണ്. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഇല്ല. അനുജൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അക്ക വാങ്ങി തരാല്ലേ പറഞ്ഞിരിക്കുന്നേ. തേങ്ങ നമ്മളിപ്പോ 1:30 ആകുമ്പോ എത്തും. ഇപ്പൊ 11 മണിയായില്ല. പറഞ്ഞു ഞങ്ങൾ പിന്നെ ഞാൻ 15-ാം തീയതി കയറിയതാണ്. വൈകുന്നേരം 5 മണിക്ക് കയറിയതാണ് ഗൈസ്. പെണ്ണുങ്ങളാണ് സ്കിൻ കെയറിന് കുറച്ച് ഇമ്പോർട്ടൻസ് എടുക്കുക. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. ഇവിടെ പെരും വെയില. എനിക്ക് വേണോ? ബ്രാൻഡ് ഏതാ? ഡോട്ടെങ്കി. എനിക്കും വേണം. തേച്ചോണ്ട. ഓ എന്തൊരു തണുപ്പ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ നിസാമുദ്ദീനിലെത്തി. ഗായ്സ് ഇത് നമ്മളതല്ല കേട്ടോ, നമ്മളൊരാളെ ഏൽപ്പിച്ചതാ. അത് എടുത്ത് കോളേജ് സ്റ്റുഡന്റ്. ഏത് കോളേജിന്? ജാമിയ സ്റ്റുഡന്റ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് നാട്ടിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ പറഞ്ഞ് എത്തിക്കോന്ന് ചോദിച്ച്, അങ്ങനെ ഞങ്ങള് ഭയങ്കര ഹെൽപ്പ് മൈൻഡ് മെന്റാലിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഒന്നും നോക്കില്ല. ഫുള്ള് നന്നാരിയും ആരെങ്കിലും കണ്ടാ വിചാരിക്കും നമ്മളിവിടെ കച്ചവടത്തിന് മറ്റേ എന്താ പറയാ, നന്നാരി സർബത്ത്, പിന്നെ മറ്റേ അവൽ വെച്ചിട്ടുണ്ടാക്കുന്ന എന്തേനു, അവിൽ മിൽക്ക് ചിപ്സ്. ഞാനിപ്പത് നിങ്ങൾക്ക് ആണോ ഇതുപോലത്തെ ഹസ്ബൻഡിനെ? കമന്റ് ചെയ്യൂ ഗൈസ്. ആണെങ്കിൽ കൊടുക്കണോ? ആ സ്റ്റാൻഡ് എടുത്തോ, ബാക്കിയെല്ലാം വെച്ചില്ലേ? യാ, സ്റ്റാൻഡ് മാത്രമേ എടുത്താൽ മതിയാ, വേറെ എല്ലാം നീ കൊണ്ടുപോയാ? ആ കവർ എടുത്ത് എവിടെ? ആ വലിയ കവർ. അങ്ങനെ ട്രെയിനിന്ന് പുറത്ത് നിന്നിട്ടുള്ള അവസ്ഥ എങ്ങനെയുണ്ട്? സോ വി ആർ അറ്റ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഗൈസ്. കാറ്റിൽ വരെ ചൂടുണ്ട്. അയ്യോ ഹായ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾക്ക് നല്ലതാണ് പറയാനുള്ളത് ഗൈസ്. എനിക്കറിയില്ല ഞാൻ എത്ര ദിവസം നിൽക്കുന്നത്. പെരും ചൂടാണ് ഗൈസ്, പെരും ചൂടാണ്. പിന്നെ എൻ്റെ വേ ഓഫ് ക്ലാസി സ്ട്രക്ചർ അല്ല ഗൈസ്. നമ്മളെ ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നിട്ട് വെറുതെ പറയാ ഓൾക്കാണ് നമ്മൾ മറ്റു സാധനമൊക്കെ കൊണ്ടുവരാൻ. ഇതൊക്കെ കൊണ്ടുവന്നത് ഇവർക്കാണ്. ഇവർക്ക് എന്തോ ഫുഡ് ഫെസ്റ്റ് അങ്ങനെ എന്തോ ഉണ്ട്. ഇന്നത്തോടെ വെച്ച് ഡൽഹി വർക്കും, അത് ഞാൻ ഉറപ്പ് വരാം. കാണാം നമുക്ക്.
അടുത്ത ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അടുത്ത് ഹോട്ടലുണ്ടെന്ന് കഴിക്കാൻ പോവാ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എത്തിയിട്ട് നജുവിന്റെ അഭിപ്രായം എന്ന് ചോദിക്കാം. നജു, ആർ യു ഹാപ്പി ഡൽഹിയിൽ എത്തിയിട്ട്? ഐ എം വെരി ഹാപ്പി ഗൈസ്, ബിക്കോസ് ഞാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിലാണ് ഉള്ളത്. നോ ഓട്ടോ വി വിൽ വാക്ക് ബൈ അവർ ലെഗ്. നീ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴേ കരിക്കുട്ടിയാ, നീ മറ്റേ ഇതുപോലെ ആവും ഞാൻ. അപ്പൊ കാണാമൊക്കെ വിശന്നിട്ട് കോട്ടല് കാര്യമുണ്ട്. ഞാന്ന് തിന്നതാ വൃത്തിക്ക്. അന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് നോക്കാം. ഓക്കെ, മലയാള ഹോട്ടൽ തപ്പി ഫുഡ് കഴിക്കാൻ പോയിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റി? മലയാളി ഹോട്ടൽ പൊളിച്ചു പണി മെയിൻ്റെനൻസ് വർക്ക് എടുക്കണം. അതുകൊണ്ട് ഫുഡ് കിട്ടിയില്ല. ഞാൻ 10 കിലോമീറ്റർ കുറയും. 10 കിലോമീറ്റർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇടാം. ഞാൻ ഫുഡ് കഴിച്ചത് ഇനിയിപ്പോൾ ഒന്ന് നോക്കാം. നീ ഫുഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കാൻ ഒരു പറ്റില്ല. അപ്പോൾ നേരെ നമ്മുടെ ഫുഡിലേക്ക് പോകാൻ പോലും കിട്ടുന്നില്ല. പൈസ കൊടുക്കാൻ പറഞ്ഞാൽ പോലും ഊബർ തരുന്നില്ല. തിക്കും തിരക്കും എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ റൂമിൽ ഫുഡ് റൂമിന്റെ അവസ്ഥ നടത്തിയിട്ട് പറഞ്ഞുതരാം. എന്താണ് ഡൽഹിയിലെത്തിട്ട് പുതിയൊരാള് ഫുഡ് കഴിച്ചില്ല. പുതിയ ഔട്ട്ഫിറ്റ് വാങ്ങിച്ചു പറഞ്ഞു. പുതിയതാണ്. എങ്ങോട്ടാ സരോജിനി മാർക്കറ്റ്. കുറച്ച് എസ്തെറ്റിക് ന്യൂജ് ആവാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി എസ്തെറ്റിക് ആയി. മിന്ത്ര ആൻഡ് ലിങ്ക് വേണമെങ്കിൽ ബയൽ കൊടുക്കാം. പുതിയ ഔട്ട്ഫിറ്റാണ്. ഡൽഹിക്കനുസരിച്ച് വാങ്ങിച്ചേക്കുന്നതാണ്. ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല 1.5 ദിവസം. ഇത് മാത്രമേ മനുഷ്യന് തിന്നാൻ പറ്റിയ സാധനം. വേറൊരു കോമഡി ഉണ്ട്. ഇവിടെ എത്തിയിട്ട് ആവശ്യമില്ല മെനീനായിട്ട് വന്നതാ. എവിടേക്ക് തീരണമെന്ന് മനസ്സിലാവുന്നില്ല. അവരോട് ചോദിച്ചിട്ട് ഒരു 15 അവർക്ക് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കണേ എത്രയല്ല അസൂയ ഉണ്ടാവോ? ആൾക്കറിയുണ്ടാവും അവിടെ നിൽക്കുന്ന ആൾക്ക്. പിന്നെയാണെന്ത് പറയാത്ത ആളെ ഷോപ്പ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും മേടിച്ചു. അയാൾക്ക് അറിയുന്നുണ്ടാവില്ല, ഇതൊന്നും അറിയില്ല പോലെ. സോ വി ആർ ഗോയിങ് ടു സരോജിനി. അങ്ങനെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ എത്തി. എന്താ വേണ്ടത്? ഞാനുണ്ട് ഒരു മാഗിയും ഒരു മോമോസും മാംഗോ ജ്യൂസും ഒരു മൊസമ്പിയും പറഞ്ഞിട്ടുള്ളത്. നീ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നില്ലേ? ഞാൻ ഡൽഹിയിൽ വന്നിട്ട് പാമ്പിനെ തിന്നെടുത്ത് പോയ പാമ്പിനെ തിന്നിട്ട് ചേരന്റെ നാട്ടിൽ പോയ ചേരന്റെ നടുക്കസ്ഥ തിന്നണം. ഈവൻ പാനിപൂരി പോലും കഴിക്കാത്തൊരു മനുഷ്യനായാലും കാണാം നമുക്ക്. ഓക്കെ, മോമോസ് ട്രൈ ആക്കാൻ വേണ്ടി പോവാൻ. ഉജ്ജുന്റെ മാഗി എത്തി. ഇഷ്ടമില്ലാത്ത ഇല മൊത്തം കൊണ്ടിട്ടിരിക്കണു മാഗിയില്. സോ ലെറ്റ്സ് ട്രൈ മോമോസ് ഫ്രം ഡൽഹി. എന്ത് വെജ് മോമോസ് നീ പറഞ്ഞ ഇനിയും പട്ടിനി നല്ല മാറ്റിക്കോ. ക്യാമറയിൽ ഫുഡിനെ കുറിച്ച് അഭിപ്രായം പറയുമോ? 5 പൈസക്ക് കൊള്ളൂലെങ്കിലും തിന്നും വേറെ തിന്നുണ്ട്. മാഗിയിൽ എല്ലാ ഇല മുഴുവൻ ഇട്ടേക്കുന്നത്. എനിക്ക് ചിക്കൻ കറിയിൽ വരെ മല്ലിപ്പിൻ്റെ ഇലയൊന്നും ഇഷ്ടമല്ല. എൻ്റെ ഫോട്ടോ ഇപ്പം എല്ലാവരും എടുത്ത് വെച്ചോ. ഡൽഹിയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഒരു ഫോട്ടോ കൂടി എടുക്കുന്നുണ്ട്. ഹൗ ഇസ് ദിസ് കമ്മൽ? അഭിപ്രായം പറ. എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറയാപിച്ച. രസമൊന്നുമില്ല. നീ പിന്നെ എന്ത് കിട്ടിയാലും തിന്നും വേണ്ട പറയാ. ഫുഡ് നമ്മള് പിന്നെ കാണാം. ഫൈനലി നുജു സരോജനിലെത്തിയിട്ടുണ്ട്. സരോജ എന്ത് പറയാനുണ്ട്? സരോജക്ക് എന്ത് പറയാനുണ്ട്?
നോജു പാർക്കിങ് ചെയ്തിട്ട് ഒരു ഷർട്ടും ഒരു ബ്ലേസേഴ്സും അങ്ങനെ മഴ തോന്നിട്ടാകുമ്പോ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഫുള്ളായിട്ടില്ല. അത് കൊള്ളോ നോക്കട്ടെ, ഞങ്ങൾ തപ്പി പിടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ആ അതിനെന്തൊക്കെയുണ്ട് നോക്കാം. സരോജിനി മാർക്കറ്റ് മഴയത്ത് നനഞ്ഞു വന്ന നുജു. അങ്ങനെ ലാസ്റ്റ് മെട്രോയില് റിട്ടേൺ പോവാ. മഴയാണ് ഇവിടെ, പുറത്തിറങ്ങാൻ പറ്റൂല. നുജു ഫോൺ കേസ് കുറെ വാങ്ങിച്ചിരിക്കുന്നു, റൂമിലെത്തി കാണിച്ചു തരാം. അങ്ങനെ ഉറങ്ങി എണീച്ച് ഫുഡൊക്കെ ശരിയാത്തോണ്ട് ഫുഡ് ഫിക്ഷൻ അടിച്ചിരിക്കുന്നു നൈസായിട്ട്. നുജു പറയും രാവിലെ എന്നെ ഇവിടത്തേക്കാ നുജു. Actually, we are going to see Humayun Tomb. അതിനെന്തിനാ ഈ വെള്ള പർദ്ദൊക്കെ ഇട്ടിരിക്കുന്നത്, ആ ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത്? ഞങ്ങള് രാവിലെ എത്ര മണിക്ക് എണീച്ചിരിക്കുന്നത്? 6 മണിക്ക് എണീച്ചിരിക്കുന്നു. എന്നിട്ട് നടന്നിട്ട് ഭയങ്കര ടയർഡാണ്. നോക്കാം നമുക്ക് കുറച്ചും കൂടി എടുത്തിട്ട്, അല്ല അപ്പം നടന്നിട്ട് ഫുള്ള് നടക്കാനുണ്ട്. നുജു ഇവിടുന്ന് പോകുമ്പോ ഞാൻ അറിയുന്ന 10 കിലോ കുറയും മിക്കവാറും നടന്നിട്ട്. പിന്നെന്ത് പറയാ, അതാ ആ തലക്കെത്തണം മോളെ. അടിച്ചു വാരിക്കൊണ്ടില്ലല്ലോ അവര്. നമ്മള് നേരത്തെ ഒന്നുകൊണ്ട് നമ്മളെ വെച്ചല്ലേ, അവർക്ക് 10 മണിക്ക് പണിക്ക് വരുന്ന ആള് 6 മണിക്ക് ഇങ്ങോട്ട് വന്നി. എന്താ പറയാ, ഷാള് നേരെ ഇട്, തളച്ചോളാം. രാവിലെ തന്നെ എണീച്ചിട്ട് കമ്മലും പിന്നെ ഇതും ഒരുങ്ങിട്ട് വന്നിക്കുന്നു നുജു. ഫുൾ ഇന്ന് മെയിനാവും. എല്ലാവർക്കറിയാം ഒരു ഷാള് പോലും നേരം നിൽക്കാനുള്ള ശേഷി എന്റെ കുട്ടിക്കില്ലേ. അതൊക്കെ കിട്ടും. ഇത് നോക്ക, ആ ഒരു നാച്ചുറൽ വൈ. സൂര്യന് മുകളിലും നുജു തായിക്കും. കോമഡി. നീ അടുത്തേക്കാ വന്നിക്കുന്നത് എന്തിനാ? ആ ഇവിടെ അങ്ങനെയെല്ലാം ഉണ്ടാവും, നടക്കണ്ടെല്ലാം വരും. മക്ക് ഫ്രൈഡ് റൈസ് തിന്നിക്കുന്നല്ലോ നുജു. ഐ തിങ്ക് അങ്ങോട്ടാന്ന് തോന്നുന്നു. അത് വേറെ ഏതോ ടെമ്പിള്. അങ്ങോട്ട് പോണോ? ആവശ്യം പിന്നെ എന്ന് ഡ്രസ്സ് ഞാൻ ആവശ്യമോട് പറഞ്ഞതാണേ, നല്ല അടിപൊളി ഡ്രസ്സ് ആവശ്യം ഫോർമൽസിന് മാറൂല. എന്താ വൈറ്റ് ഡ്രസ് വരെ ചോദിച്ചില്ലേ ജീൻസ് ഇടൂലെന്ന്. താങ്കൾ കണ്ടു നെട്ടിയോ? കൊള്ളാം. നോജു ആ ഫ്രെയിമിൽ നിന്നാ ഭംഗിയായിരിക്കും അവര് പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഫസ്റ്റത്തെ ഒരു സ്ഥലം കഴിഞ്ഞു. എന്തിനു ഇത് അതപ്പുറത്ത്, ഇത് നല്ല ആളെ ഇങ്ങോട്ടേക്ക് കാണും. ഭാര്യ മക്കള് അല്ലേ, ഹീൽസ് ഇട്ടിട്ട് വീണ് കളിക്കാൻ വെച്ചു. എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല അടിപൊളി ആർക്കിടെക്ചർ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്? അങ്ങനെ നടന്ന് രാവിലെ തന്നെ നടന്നിട്ടുള്ള അഭിപ്രായം പറയും നോജു. ആക്ച്വലി അടിപൊളിയാണ്. ഹീൽസ് ഇട്ടാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആക്ച്വലി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫോട്ടോ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് വന്നാൽ രസമില്ല, ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അടിപൊളിയാണ്, ഭയങ്കര കാം സ്ഥലം. പക്ഷെ നമുക്ക് ആ ഈവന്റ് ഉണ്ടായത് കൊണ്ട് നമുക്ക് സമയമില്ല. നമുക്ക് ഒന്നുകൂടെ വരണം ഇങ്ങോട്ട്.
ഓക്കെ. എങ്ങനെയുണ്ട് വയറിന്? ബാത്റൂം എങ്ങനെയുണ്ട്? വൃത്തിയുണ്ടാ? ഇന്നലത്തെ ഫ്രൈഡ് റൈസ് ചാദിച്ചു ഗൈസ്. വേണ്ടായിരുന്നു. ഫ്രൂട്ട്സ് മറ്റേ കഴിച്ചാൽ മതി. One madam is going. She is very cute. അങ്ങോട്ട് നോക്ക്. എന്താണ് ഫുള്ള് പോയിട്ട് കാണാൻ പറ്റാത്തോണ്ട് എല്ലാം മിനി വെച്ചിട്ട് കാണാൻ വെച്ചു. ഇതില് മെയിൻ 2 സ്ഥലം നമ്മള് പോയിക്കുന്നത്. ഇത് അത് നമ്മള് പോകാൻ നിൽക്കാണ്. ഇത് ഇസാഖാൻസ് ഗാർഡൻ. അത് ഇത് ഗാർഡൻ. കണ്ടില്ലല്ലോ മറ്റേ ഇതുള്ള സ്ഥലം ഇത്. പിന്നെ ഇതാണ് മെയിൻ. എന്തുള്ള സ്ഥലം? എന്തേലും പറയണ്ടേ. ഇത് ഇവിടുത്തെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊണ്ടുള്ള വിശദീകരണം. ഇത് നിർമ്മിച്ച ഡേറ്റ് ഒക്കെ 1388 AD. അപ്പൊ കൊറേ ഉണ്ടായിനടാ, എല്ലാം പൊളിച്ചു മാറ്റിയതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലല്ലേ? അറിയാതെ പൊട്ടന്മാരെ സെക്യൂരിറ്റി എത്രയുണ്ട്. നിസാമുദ്ദീന് ഇന്ന് ഹെറിറ്റേജ് ഡേ ആയതുകൊണ്ട് ടിക്കറ്റ് ഇല്ല, നമുക്ക് ഫ്രീ ആണ്.